ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിയിട്ട് പോവാം. നമ്മളെ ഹീറോയിൻ്റെ പേര് അനു, ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ പേര് പൂജ, പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ പേര് കീർത്തി. ആരായിട്ട് എല്ലാവരും ഹീറോയിൻ നന്നായിട്ട് ഉറങ്ങായിരുന്നു. ഹീറോയിൻ്റെ ചേർന്ന് എണീച്ച് രാവിലെ ഫ്രണ്ട് വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നു, ഇവളെപ്പോൾ വരാ. അങ്ങനെ രണ്ടുപേർ വെയിറ്റ് ചെയ്ത് ഹീറോയിൻ്റെ ഫ്രണ്ട് പൂജ വെയിറ്റ് ഹീറോയിൻ വന്നു. എന്തോ അങ്ങനെ ഹീറോയിൻ്റെ മമ്മി വന്നു. എനിക്കിടെ എഴുന്നേ അമ്മ എന്താ എനിക്ക് കോളേജിൽ പോകണ്ടമ്മ. അതൊക്കെ ഇപ്പം എന്താ. ഹീറോയ്ക്ക് PTS വന്ന ഒത്തിരി ഇഷ്ടമാണ്. അത് ഹീറോയിൻ്റെ അമ്മക്ക് പറയാൻ തുടങ്ങി, നിനക്ക് എപ്പോഴൊക്കെ ഡ്രീം മറിയാതെ. ഇപ്പോൾ എത്ര മണിയായോ? എത്ര മണി? 7 മണിയായി. അയ്യോ, ഈ ടൈം ആകുമ്പോൾ റെഡി ആവുന്നല്ലോ. ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. റെഡിയായി. അച്ഛനൊക്കെ ടെൻഷൻ. അയ്യോ, ഇവളെ കയ്യിൽ എന്ത് വഴക്ക് കിട്ടുമല്ലോ എന്ന് അച്ഛന് വിഷമം. ഹീറോയിൻ്റെ അമ്മ, അയ്യോ ഇവളെ കല്യാണമാക്കിയപ്പോൾ ചെക്കൻ്റെ ഗതി എന്തായിരിക്കും? PTS അവൻ്റെ ഒരു കഷ്ടകാലം എന്ന് പറയുന്ന അമ്മ അച്ഛന് സാഡായിരുന്നു. ഹീറോ റെഡി ആയിട്ട് വന്നു കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു. അങ്ങനെയായിട്ട് ഹീറോയുടെ ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു വെളിയിൽ. വരില്ലടിക്ക് അനു എന്ന് വിളിക്കുമായിരുന്നു. വന്നു മച്ചി, ഡാഡ് മോം ഞാൻ പോയിട്ട് വരാം, കോളേജിൽ പോവാം. അങ്ങനെയായിട്ട് ഹീറോയുടെ ഫ്രണ്ട് കോളേജിൽ വണ്ടിയിൽ പോയിരുന്നു. അതെ, അവൾക്കൊരു സ്കൂട്ടിയാണുള്ളത്. സ്കൂട്ടറിലാണ് പോകുന്നത്. പിങ്ക് കളർ സ്കൂട്ടി. അതുകൊണ്ട് പോവായിരുന്നു. അപ്പോൾ ഒരു പോലീസ് കൊണ്ട് തന്നെ അവിടെ ചെക്കിങ് ചെന്നു. പോലീസ് നിപ്പിച്ചു. അയ്യോ സാർ, മോളെ എനിക്ക് ഇത് ലൈസൻസ് എല്ലാം കാട്ടാൻ പറഞ്ഞായിരുന്നു. ബുക്ക് കാട്ടെ, ഇനി വണ്ടി അങ്ങനെ കാട്ടി. ശരി, സൂക്ഷിച്ച് പോകണം. യഥാർത്ഥം നോക്കിയായിരുന്നു. പൂജ നോക്കി. കാണാൻ നല്ല സുന്ദരടാ. ജോലിട്ടാ ഇവിടെ എവിടെക്കാ നോക്കുന്ന അമ്മൻ്റെ കണ്ടിച്ച്. ലേറ്റായി കോളേജ്. കാണാൻ സുന്ദരം. അയ്യോ, നീ എല്ലാം കണ്ടവരെല്ലാം പറയും ഇങ്ങനെ എന്ന് പറയുന്നു. കണ്ടുകാതെ പോയിടി. ഇങ്ങനെ സ്കൂട്ടറിൽ അവിടെ നിപ്പിച്ചാണ്. പ്രിൻസിപ്പൾ വന്നു. അയ്യോ മച്ചി, പ്രിൻസിപ്പൾ എന്താ ഇപ്പോൾ വന്നതാ? അതെ സർ. അകത്ത് പോയിക്കോ പോ എന്നെ പ്രിൻസിപ്പളിനെ പറഞ്ഞു പോയായിരുന്നു. ഈ പ്രിൻസിപ്പൾക്ക് വേറെ പണിയില്ല, പ്രിൻസിപ്പൾക്ക് ഒരു ആപ്പ് വെക്കാം എന്ന് പറഞ്ഞു അങ്ങനെയായിട്ട് അവിടുന്ന് പോയിട്ട് ക്ലാസ്സിൽ വന്നിരുന്നു. ഹായ് മച്ചി. കീർത്തി നീ വന്നോ? ഞാൻ വന്നു. അങ്ങനെ കുറച്ച് നേരത്തിൽ എല്ലാ സ്റ്റുഡൻസ് വന്നു. മിനിക്ക് 2 പേര് വന്നു. മിനിക്കുക അർജുൻ മല കണ്ണ് എല്ലാ ബോയ്സ് ഹീറോയാണ്. കോളേജ് ബ്യൂട്ടിഫുൾ ഗേൾ. അതുമാത്രം ആ പെണ്ണ് കുറച്ച് കുറവാണ്. ആ പെണ്ണുക്ക് അർജുന് സീനിയർ ഒത്തിരി ഇഷ്ടമാണ്. അർജുൻ ഞാൻ പറയുന്നതാണ് സീനിയറിൻ്റെ നെയിം. സീനിയർക്ക് ഹീറോയിന് ഇഷ്ടമാണ്. അതുകൊണ്ട് വൺ സൈഡ് ലവ് ചെയ്യുക. സീനിയർ ഹീറോയും ലവ് ചെയ്യുക ഇല്ല. പിന്നെ ആ വില്ലീൻ്റെ കയ്യിൽ പിന്നെ ഒരു ഗേളുണ്ട്. അത് 2 വില്ലിമാരുള്ളത്. അതിൽ ആ വില്ലിക്ക് ഹീറോയിന് ഇഷ്ടമല്ല. PTS പറയുമ്പോൾ അവൾക്ക് ക്രഷാണ്. അവൾക്കും അങ്ങനെ. അവൾ പറയാം, ഞാനാണ് PTS വൈഫ് ആവാൻ പോകുന്നത്, ഞാനാണ് വേറെ മാരേജ് കഴിക്കുമെന്ന് ഈ പെണ്ണ് വെള്ളാലാക്കായിരുന്നു. പിന്നെ ഒരു ഗേൾക്ക് അർജുന് തന്നെ സീനിയറിന് ഇഷ്ടമാണ്. അത് മാത്രമല്ല ഒരു വലിയ ആൾമറിയാക്കായിരുന്നു ഹീറോയി. ശരി, ഇവളെന്ത് വേണം ചെയ്യട്ടെ. അങ്ങനെ ഹീറോയി മിണ്ടാതിരുന്നായിരുന്നു. ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ക്ലാസ്സെല്ലാം കഴിഞ്ഞു. ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വിളിച്ചായിരുന്നു. അങ്ങനെ എല്ലാവരും കഴിക്കായിരുന്നു. ഹീറോയി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൾ വന്നായിരുന്നു. അമ്മാണ് മച്ചി, മിണ്ടാതിരി. അങ്ങനെ, ഹലോ അമ്മ, എന്ത് പറ്റി? നീ ഇപ്പോൾ എവിടെ? അമ്മ, ഞാൻ കോളേജിൽ ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടുള്ളതാ. നീ ഫുഡ് കഴിച്ചിട്ടായിട്ട് നീ വേഗം വീട്ടിലൊക്കെ. എന്തമ്മ പ്രശ്നം? അതെ, നീയും നിൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടല്ലേ? ഉണ്ടമ്മ, അവരെ പിടിച്ചോണ്ട് വാ. അമ്മ അതിനെന്തിനാ? പ്രിൻസിപ്പൾക്ക് കോൾ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പ്രിൻസിപ്പൾ വരും, നിങ്ങൾ എവിടെ നിന്ന് വാ. അമ്മ, കോളേജ് ഉണ്ടാട്ടെ, എന്ത് വേണം ഉണ്ടാട്ടെ, മാറി അതിൽ വാ. ശരി അമ്മ, ഈ അമ്മയ്ക്ക് എൻ്റെ ടെൻഷൻ. ശരി, ഓക്കെ. പ്രിൻസിപ്പൾ വന്നു. അനു, എന്താ പ്രിൻസിപ്പൾ? ഇല്ലമ്മ, നിൻ്റെ അമ്മ കോൾ ചെയ്ത് പറഞ്ഞിട്ടോ. കീർത്തി, നിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് പൂജ, നിങ്ങൾ 3 പേര് നിങ്ങൾ വീട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞു. അർജുൻ ഇപ്പോൾ ഹീറോയിനെ കണ്ട് സൈറ്റ് അടിച്ചുകൊണ്ടായിരുന്നു. എന്താ ഇവിടെ പ്രിൻസിപ്പൾ വന്നാൽ അങ്ങനെ അവരുടെ പോയി ഫുഡെല്ലാം കഴിച്ച് പോയിട്ട് അവർ പാക്കിങ് ചെയ്യാൻ തുടങ്ങി. ബാഗ് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങി. അർജുനക്ക് ഷോക്ക്. എവിടേക്കാ പോകുന്നത് എന്നാൽ അർജുൻ പോകാൻ തുടങ്ങി. പ്രിൻസിപ്പൾ, എവിടേക്കടാ പോകുന്നത്? സാർ, ഇല്ല സാർ, ഞാൻ ബാത്റൂം പോവാ. ബാത്റൂം ഈ സൈഡാ. അത് പ്രിൻസിപ്പൾ, ആ സൈഡാ പോടാ ഇരിക്കുക എൻ്റെ പ്രിൻസിപ്പൾ പറയായിരുന്നു. എന്തോ ഒരു കുർത്തകടി പിള്ളേർ വെച്ചിട്ട് എന്ത് ചെയ്യുക എന്ന് പ്രിൻസിപ്പൾ അവിടുന്ന് വഴക്ക് പറയാൻ പോയായിരുന്നു. ഈ പ്രിൻസിപ്പൾക്ക് എന്തൊരു കഷ്ടം. വിഷമിക്കണ്ട അർജുൻ. ഇപ്പം എവിടേക്കാ പോകുന്ന അറിയില്ലല്ലോ. അങ്ങനെ പ്രിൻസിപ്പൾ പറഞ്ഞു, ഹീറോയി വീട്ടിൽ പോയോ? ഹീറോയി വീട്ടിൽ പോയി. എന്താ അമ്മ? എല്ലാം പാക്കേക്ക്, നിനക്ക് വേണ്ട സാധനം എല്ലാം പാക്കിങ് ചെയ്യും. അതൊക്കെ എന്തിനാ അമ്മ പറയണേ? പാക്കിങ് ചെയ്യും. അമ്മ, നിനക്ക് എന്തെല്ലാം സാധനം വേണം പാക്കിങ് ചെയ്യും. റോസ് ഇത് പൂജക്ക് ഷോക്കായി. എന്താ അമ്മ ഞാൻ പാക്കിങ് ചെയ്യാം? ഇതെന്താ ഇത്ര പാക്കിങ്? മാറിയാതിൽ കേട്ട വടി വേണോ? വേണ്ടമ്മ, ഞാൻ പാക്കിങ് ചെയ്യാം. ഷഫ്റ്റർ ഐസ് പ്ലേസ് കാരണം പോകുന്നത്, അതുകൊണ്ട് കുറച്ച് തണുപ്പുണ്ടാവും, അതിക്ക് എല്ലാം റെഡിയാവും.
ആ ശരി ശരി അമ്മക്ക് എന്ത് പറ്റി അറിയില്ല. കീർത്തി അമ്മ ഇനി നമ്മൾ റെഡിയാക്കുന്നേ. ആ എൻ്റെ ചെല്ലക്കുട്ടി വന്നോ? എല്ലാം റെഡിയാക്കിയോ? അമ്മോക്ക് എന്ത് വേണം സെറ്റിങ് ചെയ്യും. അതെ കീർത്തിൻ്റെ അമ്മക്ക് കീർത്തിയാണ് ഒത്തിരി ഇഷ്ടം. അതെ മറ്റേ ഡാഡി മറ്റേ ടെറർ ബസ് എന്താടി ചെയ്യുന്നത്? ഡാഡി എല്ലാം റെഡിയാക്കും ഡാഡി. അങ്ങനെ പേടിച്ച് എല്ലാം റെഡിച്ചത്. അങ്ങനെ എല്ലാവരും വന്നു. എല്ലാവരും ഇങ്ങനെ ഫ്ലൈറ്റ് പറയുന്നു ഹലോ ഓക്കെടാ ഞങ്ങൾ വരാം. എല്ലാവരും സംസാരിച്ചായിരുന്നു. ലൈഫ് കോൾ അങ്ങനെയായിട്ട് 3 പേർക്ക് സംസാരിക്കുന്നത് മതി കോള്. ശരി ഓക്കെടാ ഞങ്ങളുടെ ഒരു ഫാമിലി വരാം. ഡിന്നർ കഴിച്ചിട്ട് വരാം. ഹോട്ടലിൽ ഡിന്നർ കഴിക്കാം. ശരി എല്ലാവരും ഹോട്ടലിൽ വന്ന് ഡിന്നർ കഴിക്കാൻ ഇറങ്ങി. ശരി അങ്ങനെയായിട്ട് അവർ ഓരോന്ന് പ്ലേസ്ക്ക് പോയി. അവിടുന്ന് ജസ്റ്റ് വേറെ പ്ലേസ്. അങ്ങനെ ഹീറോയ്ക്ക് അറിയില്ല എവിടേക്ക് പോകുന്നത്. ഹീറോ നല്ല ഉറക്കത്തിലായിരുന്നു. അത് മാത്രമല്ല ഹീറോ കീർത്തി നല്ല ഉറക്ക്, പൂജക്ക് നല്ല ഉറക്ക്. 3 പേർക്ക് ഒക്കത്തെ സീറ്റ് വെച്ച് കൊടുത്തതാണ്. ഇവരെ വെച്ച് എന്താ ചെയ്യുക? അത് കഷ്ടോടാ. അങ്ങനെയായിട്ട് അവർ സംസാരിക്കായിരുന്നു. ശരി ഓക്കെ നമ്മൾ പോയതിലെല്ലാം സക്സസ് ആവും. അത് മാത്രമല്ല അങ്ങനെയായിട്ട് അവർ സംസാരിക്കായിരുന്നു. അതെ നമുക്ക് ആ കമ്പനി ജോലി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ഹാപ്പി അല്ലേടാ? അതെ അതെ ഏടാ അതിനറിഞ്ഞ് അവർ സംസാരിക്കുമായിരുന്നു. ഒരു 2 ഒരു 3 പേര് അമ്മക്കും ഒന്നും മനസ്സിലായില്ല. ഇവർക്ക് എന്ത് പറ്റി എന്ന റിയാക്ഷൻ. അതിനായിട്ട് എന്നാ എല്ലാവരും എണീ പൂജ പൂജ എൻ്റെ ഡാഡി കീർത്തി കീർത്തി എൻ്റെ ഡാഡ് ആ അനു ആ ഡാഡ് എത്തി വാ. എന്താ പ്ലേസ് ഉറക്കത്തിൽ നടക്കായിരുന്നു. അങ്ങനെ 2 പേരോ 3 പേര് അമ്മ 3 പേരെ പിടിച്ചുകൊണ്ട് വന്നു. അമ്മ എനിക്ക് കുറച്ച് ഉറക്കം വരുന്നു. ഞാനിവിടെ ഉറങ്ങട്ടെ. ഉറങ്ങിക്കോ താഴെ വന്ന് കിടന്നുറങ്ങ. എന്താ മോനെ പറഞ്ഞേ? കണ്ണ് തുറന്ന് നോക്കടി. കുളിക്കായിരുന്നു 3 പേരമ്മ. എന്താ മോൻ ഫ്ലൈറ്റിൽ ഇതേതാ പ്ലേസ്? കണ്ണ് തിരുമ്മി നോക്കുക. പൂച്ച ഫസ്റ്റ് കണ്ണ് തുറന്നു. ഷാക്കായി മച്ചി എന്ന് വെച്ച എടി എണീടി 2 പേരെണി. എന്താടി പൂജ കീർത്തി കുളിക്കാറ്. കീർത്തി പോടി ഏണിച്ച് നോക്ക്. നമ്മ ഇവിടെ ഉള്ളത് നോക്ക്. കീർത്തി ഷോക്കായി മച്ചി ഇത് ഏത് പ്ലേസ് ഡി? ഇവിടെ അടുപ്പിക്കറി കുളിക്ക. എന്താടി ഇത് ഏത് പ്ലേസ് നോക്ക്. മച്ചി ഈ പ്ലേസ് എവിടെ കണ്ട മാതിരി ഉണ്ടല്ലേ? അതെടി അവിടെ വന്നായിരുന്നു. ഇത് ഡാഡ് ഇത് ഇത് ആ പ്ലേസ് ആണോ ഡാഡ്? എന്താ മോനെ നീ തേങ്ങനെ കൊറിയാണോ? അതെ കൊറിയാണോ? ആ ഡാഡി ഇവിടേക്ക് നീ വന്ന? ഇല്ലമ്മ ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ മോനിക്ക് മാരേജ് അതൊക്കെ ഞാൻ വന്നത്.